ഹലോ ഓൾ വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റിൽ വരുന്ന പോർഷൻസിൻ്റെ കണ്ടിന്യൂഷൻസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസ് എടുത്തു അല്ലെങ്കിൽ ഒരു മാറ്റർ എടുത്തു. ആ മാറ്ററിൻ്റെ മുകളിൽ നമ്മളൊരു സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഓർ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഈവൻ റേഡിയേഷൻ എന്ന് പറയാം, അത് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാറ്റർ എങ്ങനെയാണ് ഈ ലൈറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതാണ് ഈ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസിൽ പറയുന്നത്. അപ്പം ആ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് നമ്മൾ ഈ മാറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് മാറ്റർ ആവാം, അത് സൊല്യൂഷനോ സോളിഡോ എങ്ങനെ വേണമെങ്കിലും ആവാം, അത് എക്സാമിൻ ചെയ്യുമ്പോൾ, അത് നമ്മൾ ഇൻസ്ട്രുമെന്റിൽ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ സ്പെക്ട്രം. അത് പല ടൈപ്പ് സ്പെക്ട്രം ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റോമിക് സ്പെക്ട്രം ആണ്. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇതാണ് വെരി ബേസിക് ലെവൽ ഓഫ് എക്സ്പെരിമെന്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പറയുന്ന ഇതിൽ ഈ ഫിഗർ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ ഫിഗറിൽ നിങ്ങൾ ഫിസിക്സ് ലാബിലൊക്കെ ഇത് വെരി ബേസിക് എക്സ്പെരിമെന്റ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇവിടെ സയന്റിസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇതൊരു ഗ്യാസ് ചേംബറാണ്, ഒരു ഡിസ്ചാർജ് ചേംബറാണ്. അതിൻ്റെ അകത്ത് എന്താ പറയാ, ഏതെങ്കിലും ഒരു ഗേഷ്യസ് ഫോമിലുള്ള ഒരു ആറ്റത്തിന് അതിന്റെ എലമെന്റൽ ഫോമാണ്, അതായത് വേറെ ഒന്നുമില്ല, അത് വെരി പ്യുവർ ഫോമിലാണുള്ളത്. ആ പെർട്ടിക്കുലർ എലമെന്റിന്റെ ഗേഷ്യസ് ഫോമിനെ ഈ ട്യൂബിന്റെ അകത്ത് ഫില്ല് ചെയ്ത്, ഓക്കെ, ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് ഏതർ ഹീറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ, ഹീറ്റ് കൊടുക്കണമെങ്കിൽ ഹീറ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്ത സമയത്ത് അവിടെ ഒരു ഡിസ്ചാർജ് സംഭവിച്ചു. അതായത് ഒരു ഇലക്ട്രോൺ ഡിസ്ചാർജ് വന്ന സമയത്ത് ഒരു ലൈറ്റ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പൊ ഈ എമിറ്റ് ചെയ്ത ലൈറ്റിനെ അല്ലെങ്കിൽ റേഡിയേഷൻസിനെ ഇവർ പിന്നീട് ഒരു സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്തു. സ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ ഹോൾ, അതായത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഹോളിനെയാണ് സ്ലിറ്റ് എന്ന് പറയുന്നത്. ആ സ്ലിറ്റിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു പ്രിസം വെച്ചു. പ്രിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മൾട്ടി കോമ്പണന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. മൾട്ടി കോമ്പണന്റ് എന്ന് പറയുമ്പോൾ പല വേവ്, മോണോക്രോമാറ്റിക് അല്ല, മൾട്ടി ക്രോമാറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. പല വേവ് ലെങ്തിലുള്ള ലൈറ്റ് ഉള്ള ഒരു റേഡിയേഷൻ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രിസത്തിന് ഇത് റിസോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇത് റിസോൾവ് ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇതാണ് ഇവിടെയാണ് കിട്ടുന്നത്. ഇതൊരു സ്ക്രീനിൽ വന്ന് റിസോൾവിങ് കഴിഞ്ഞിട്ട് പ്രിസത്തിൽ കൂടെ പാസ് ചെയ്ത് പ്രിസം അതിനെ റിസോൾവ് ചെയ്ത് ഒരു സ്ക്രീനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറെ, ഇതൊക്കെ ഓരോ ലൈൻസ് ആണ്, ഇങ്ങനെ ലൈൻസ് ആയിട്ട് കണ്ടു. അതും പലതും പല ഡിസ്റ്റൻസിൽ, പല ഇന്റൻസിറ്റിയിലും പല തിക്നെസ്സിലുമാണ് കണ്ടത്. ആ കണ്ട സ്പെക്ട്രൽ ലൈൻസിന്റെ ഒരു ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പലതിനും പല കളറായിരിക്കും, ചിലതിന് കളർ നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചില റേഡിയേഷൻസ് ഒക്കെ UV ഇൻഫ്രാറെഡ് ഒക്കെ ആണെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, നമുക്ക് വിസിബിൾ റേഞ്ചിലുള്ള മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സെപ്പറേറ്റ് ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഇവരൊരു സ്പെക്ട്രം കണ്ടു. അപ്പം ഇതാണ് ഈ പെർട്ടിക്കുലർ ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ ഇവർ ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഇവിടെ ഇവർ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈറ്റ്, വെൻ ദ ലൈറ്റ് ഇസ് റിസോൾവ്ഡ് യൂസിങ് എ സ്പെക്ട്രോസ്കോപ്പ്, ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം വാസ് ഒബ്റ്റെയിൻഡ്. കണ്ടിന്യൂസ് ആയിട്ടല്ല, നേരത്തെ കണ്ട പോലെ ഇങ്ങനെ തോന്നിയ പോലെ കുറെ ലൈൻസ്, പല തിക്നെസ്സിലുള്ള ലൈനിന്റെ സ്പെക്ട്രംസ് ആണ് ഇവർ കണ്ടത്. അതുകൊണ്ട് പിന്നെ അവരതിനെ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്തത്. കാരണം ഒരു ലൈൻസ് ആയിട്ട് കണ്ടതുകൊണ്ട് അതിന് ലൈൻ സ്പെക്ട്രം. പിന്നെ അതേപോലെ അതിന് വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് സ്പെക്ട്രം. കാരണം എന്താണെന്ന് വെച്ചാൽ എലമെന്റൽ സബ്സ്റ്റൻസിനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ പെർട്ടിക്കുലർ എലമെന്റ് മാത്രമേ ഉള്ളൂ, അതിന് അറ്റോമിക് സ്റ്റേറ്റിലേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. ഇപ്പം ഇങ്ങനെ രണ്ട് ഇലക്ട്രോണിക് എനർജി ലെവൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോണിക് എനർജി ലെവൽസ് പറഞ്ഞാൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന എനർജി ലെവൽസ്, ആ എനർജി ലെവൽസ് ഈ ഇൻസിഡന്റ്, അത് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതിന്ന് അബ്സോർബ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് ഇവർ എക്സൈറ്റഡ് ആയിട്ട് ഡി എക്സൈറ്റഡ് ആവുന്നത്. ഈ ഡി എക്സൈറ്റഡ് ആവുന്ന സമയത്താണ് വീണ്ടും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ആ ലൈറ്റാണ് ഇവർ റിസോൾവ് ചെയ്തിട്ട് സ്പെക്ട്രമായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയാൻ കാരണം, ആറ്റംസിലുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റ്സിലാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് കൊണ്ടാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ പേരും കൂടി വരാൻ കാരണം. പിന്നെ ലൈൻ സ്പെക്ട്രം ക്യാൻ ബി ഓൾസോ റിഗാർഡഡ് ആസ് ദ ഫിംഗർ പ്രിന്റ് ഓഫ് ദ എലമെന്റ്. അതായത് ഇപ്പൊ നമ്മൾ പല ടൈപ്പ് എലമെന്റ് എടുത്തു, മേ ബി സോഡിയം വേപ്പർ എടുത്തു, ഹൈഡ്രജൻ വേപ്പർ എടുത്തു, ആർഗൺ എടുത്തു, ക്രിപ്റ്റൺ എടുത്തു, എന്തെടുത്താലും ഓരോ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഓരോ എലമെന്റിന് അതിൻ്റെതായ ലൈൻ സ്പെക്ട്രം ഉണ്ട്. ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല.
ഫിംഗർ പ്രിന്റ് നമ്മളിപ്പോൾ മനുഷ്യന്മാരുടെ ഫിംഗർ പ്രിന്റ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്, നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് വരില്ലല്ലോ. അതേപോലെ തന്നെ ഓരോ എലമെന്റിനും അവരുടേതായ ലൈൻ സ്പെക്ട്രം ഉണ്ട്, അത് ഒരിക്കലും ഐഡന്റിക്കൽ ആവില്ല. അതുകൊണ്ടാണ് അതിനെ ഫിംഗർ പ്രിന്റ് എന്ന് പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അത് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ലൈൻസ് ഉണ്ട് അതിൽ എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷനാണ്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ n=1, n=2, 3, 4 ഇതൊക്കെ ഓരോ എനർജി ലെവൽസ് ആണ്. ഈ എനർജി ലെവൽസിന്റെ പ്രത്യേകത കണ്ടാൽ അറിയാം, ഇത് മുകളിലേക്ക് പോകുന്നത്, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ഗ്യാപ്പ് കുറയുന്നതായിട്ട് കാണാം. അപ്പം ഈ എനർജി ഗ്യാപ്പ് അല്ല ഇവിടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പിന്നീട് വരും, സ്പെക്ട്രോസ്കോപ്പിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് കൃത്യമായിട്ട് പറയും. അപ്പം ഇത് ഒരു നോട്ടീസബിൾ ചേഞ്ച് ആണ്. അപ്പം ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ എമിഷന്റെ സ്ട്രക്ചേഴ്സ് എക്സാമിന് ചോദിക്കും. അപ്പം ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഒരേ എനർജി ഗ്യാപ്പിലൊന്നും വരയ്ക്കരുത്, ആ എനർജി ഗ്യാപ്പ് മുകളിലേക്ക് പോകുമ്പോൾ ഡിഗ്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇനി ഇത് ഓരോ എമിഷൻസ് ആണ്. അതായത് ഇപ്പം ഈ എമിഷൻ നോക്കാം, ഇവിടെ ലൈറ്റ് വന്ന് ഫോൾ ചെയ്തിട്ട് ഇലക്ട്രോൺസ് n=1 എന്ന് പറയുന്ന ലെവലിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്തിട്ട് എനി ഹയർ എനർജി ലെവൽ, അത് n=2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, ഏതിലേക്ക് വേണമെങ്കിലും അത് എക്സൈറ്റഡ് ആവാം. എക്സൈറ്റഡ് ആയി കഴിഞ്ഞിട്ട് അത് ഡി എക്സൈറ്റ് ചെയ്ത് വരുന്നത് n=1 എന്ന് പറയുന്ന എനർജി ലെവലിലേക്കാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ലൈൻസിനാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയാം. ഓക്കെ, അതായത് n=1 എന്ന് പറയുന്ന എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്നു, ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആവുന്നു. ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവിടുന്ന് n=1 എന്ന് പറയുന്ന എനർജിയിലേക്ക് തന്നെ ഡി എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന സീരീസ് ആണ്, അതായത് ലൈൻ സ്പെക്ട്രം ആണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ബാൽമർ സീരീസ് എന്ന് പറയുന്നത് n=2 എന്ന് പറയുന്ന ലെവലിലാണ്. ആ 2 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോയി, പിന്നെ അതേപോലെ ഡി എക്സൈറ്റഡ് ആയിട്ട് n=2 എന്ന് പറയുന്ന എനർജി ലെവലിലേക്ക് വരും. അതേ സമയത്ത് പാഷൻ ആകുമ്പോൾ n=3 ആണ്, ബ്രാക്കറ്റ് n=4, ഫണ്ട് എന്ന് പറയുന്നത് n=5 ആണ്. പിന്നെ ഒരു സീരീസും കൂടി ഉണ്ട് n=6, അത് ഹംഫ്രി സീരീസ് എന്നാ പറയാ. അത് പക്ഷെ കോമൺലി അങ്ങനെ ആരും കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ ശരിക്കും അതിലും കൂടുതൽ സീരീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ തൽക്കാലത്തേക്ക് ഇത്രയും സീരീസ് ആണ് നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സീരീസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഇപ്പൊ ലൈമാൻ സീരീസ് ആണെങ്കിൽ അത് അൾട്രാ വയലറ്റ് റീജിയണിലാണ് വരിക. അതായത് അൾട്രാ വയലറ്റ് റീജിയണിലുള്ള ലൈറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് റീജിയണിലുള്ള ലൈറ്റ് ആണ്. ഇനി ബാൽമർ സീരീസ് ആണ് നമുക്ക് വിസിബിൾ റീജിയണിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചാൽ ബാൽമർ സീരീസിലുള്ള ലൈൻസിൽ നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, പല കളറിൽ. അതാണ് ഇവിടെ ഒരു കളർഫുൾ സ്പെക്ട്രം കൊടുത്ത് കണ്ടോ, ഇത് ബാൽമർ സീരീസിന് മാത്രമല്ല, വിസിബിൾ റീജിയണിൽ മാത്രമേ വരുള്ളൂ. പിന്നെ ഇപ്പോൾ പാഷൻ സീരീസ് ആണെങ്കിൽ അത് നിയർ ഇൻഫ്രാറെഡിലാണ് വരിക, ബ്രാക്കറ്റ് സീരീസ് മിഡ് ഇൻഫ്രാറെഡിൽ വരും, ഫൺ സീരീസ് ഫാർ ഇൻഫ്രാറെഡിൽ വരും. ഇൻഫ്രാറെഡ് തന്നെ അത്യാവശ്യം നല്ലോണം അത്ര റീജിയൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വിസിബിളിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ഇൻഫ്രാറെഡിനെ നിയർ IR, അതായത് നിയർ ഇൻഫ്രാറെഡ്, അത് കഴിഞ്ഞിട്ട് മിഡ് ഇൻഫ്രാറെഡ്, അത് കഴിഞ്ഞിട്ട് ഫാർ ഇൻഫ്രാറെഡ്, അങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് സ്പെക്ട്രം കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ റേഡിയേഷൻസിനെ നമ്മൾ നിയർ ഇൻഫ്രാറെഡ്, മിഡ് ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ് അങ്ങനെയാണ് പറയാം. ഇനി ഇതൊക്കെ വെച്ചിട്ട് റിഡ്ബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ മൂപ്പര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1/λ = RH × 1/n1² - 1/n2². അപ്പൊ ഇവിടെ ഓരോന്നും എന്താന്ന് നോക്കാം. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദി എമിറ്റഡ് ലൈറ്റ് ആണ്, അതായത് എക്സൈറ്റേഷൻ കഴിഞ്ഞ് ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. RH എന്ന് പറയുന്നത് ആ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. റിഡ്ബർഗ് പ്രപ്പോസ് ചെയ്തതുകൊണ്ട് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട്, ഇത് പഠിച്ചിരിക്കണം, പ്രോബ്ലം ചോദിക്കുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും, വിച്ച് ഇസ് 1.097 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. യൂണിറ്റും കഴിയുന്നതും പഠിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസലേഷൻ ഒക്കെ വന്നിട്ട് യൂണിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂണിറ്റും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ വരുന്നത് N1 and N2. ഈ N1 and N2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആണ്. ഇത് രണ്ടും ഇൻഡിജേഴ്സ് ആയിരിക്കും. വേറൊരു പ്രത്യേകതയുണ്ട്, N2 will be always greater than N1. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ക്വസ്റ്റ്യൻ വരികയാണ്, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് occurs between the energy levels 2 and 5.
നിങ്ങളോട് പറഞ്ഞിട്ടില്ല N1 is equal to 2 ആണ്, N2 is equal to 5 ആണ്, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം N2 എപ്പോഴും N1നെക്കാട്ടും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ N2 will be always equal to 5 and N1 will be equal to 2. ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഹൈഡ്രജൻ ആറ്റം ിൻ്റെ സ്പെക്ട്രനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.